സ്നേഹമുള്ളവരെ, അണിയറിൽ നിന്നുള്ള വാചക കസരത്തല്ല നാടകമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ നാടകം തുടങ്ങുന്നതിന് മുൻപ് രണ്ട് വാക്കുകൾ മാത്രം. കാണുക, അറിയുക. നാടകം ആരംഭിക്കുന്നു. ആദത്തിന്റെ സന്തതിയായ ആബേലിത ഭൂമിയുടെ വിരിമാറിൽ നിന്നും ഭീതിയോടെ നിലവിളിക്കുന്നു. കാലമേ കേൾക്കുക, അനാദിയായ സൃഷ്ടാവേ, എന്റെ ശിരസിനുമേൽ ഒരു കഴുതയുടെ താടിയെല്ലിതാ ചൂഴ്ന്നു നിൽക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയത്ര സ്നേഹം. വിശുദ്ധ ഗ്രന്ഥ താളുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ മറ്റൊരു പുണ്യവും ക്രൈസ്തവ ജീവിതത്തിന് അവകാശപ്പെടാനില്ല എന്ന് നാം കാണുന്നു. ആനുകാലിക പ്രസക്തി കണക്കിലെടുത്ത് ഒരു വേള ഉൽപ്പത്തിയുടെ പുസ്തകം ഞങ്ങളൊന്ന് തുറക്കട്ടെ. ഒരു പുനർവിചിന്തനത്തിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഏടുകളിൽ നിന്നും ആധുനിക സമൂഹത്തിന് അനിവാര്യമായ സ്നേഹ സംസ്കൃതിയുടെ സന്ദേശം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കഴുതയുടെ താടിയെല്ല്. കാട്ടുവഴികൾ ഞാനിതാ പിന്നിടുന്നു. ചോളമുള്ള പാടങ്ങളും ഗോതമ്പ് വയലുകളും കടന്ന് ഓടി ഓടി തളർന്ന് ആബേലിതാ വരുന്നു. ആബേൽ, ആബേൽ, എന്തു പറ്റി മകനെ? അവിടെ അവിടെ ഞാനിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആബേൽ, എന്താ ഇത്? അവിടെ ഈ അപ്പനൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ വേട്ടയാടപ്പെടുന്ന ഒരു കുഞ്ഞാടിന്റെ ഭീതി നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാം. അതെ, എന്നെ ആരോ വേട്ടയാടുന്നു. ആബേൽ, സത്യമായും പറയൂ മകനെ, ആരാണവൻ? എനിക്കറിയില്ല. മലയടിവാരങ്ങളിൽ ആടുകളെ മേച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അകലെ മരങ്ങൾക്കു മറവിൽ ഒരു നിഴൽ രൂപം ഞാൻ കാണുന്നു. കാട്ടരുവികളിൽ ദാഹം തീർക്കാനെത്തുമ്പോൾ പാറക്കെട്ടുകൾക്ക് മറവിൽ ഒരു കാൽപെരുമാറ്റം ഞാൻ അറിയുന്നു. ഞെട്ടിത്തിരിഞ്ഞ് പരതുമ്പോൾ അത് ചോളപ്പാടങ്ങളിലേക്ക് അകന്നു പോകുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അപ്പനിത് വിശ്വസിക്കണം. ഇനി ഭൂമിയിൽ നിന്നെ വേട്ടയാടാൻ ഒരുവനില്ല. ഇതെല്ലാം നിന്റെ വെറും തോന്നലായിരിക്കും. അല്ല, എങ്കിൽ ആരാണവൻ? പറഞ്ഞില്ലേ, എനിക്കറിയില്ല. ഒരിക്കൽ എന്റെ ആട്ടിൻപറ്റത്തിനുള്ളിൽ കടന്ന് പതിയിരുന്നവന്റെ കണ്ണുകൾ ഞാൻ കണ്ടു. രക്തദാഹിയായ ഒരു കാട്ടുചെന്നായുടെ കണ്ണുകൾ പോലെ. എന്നാൽ അതൊരു ചെന്നായി തന്നെ ആവാം. എങ്കിൽ ആ ജന്തു രണ്ടു കാലിൽ ഓടുമോ? ആബേൽ, അപ്പനേതും അറിയില്ല. ഈ ആബേൽ ഉറങ്ങിയിട്ട് നാളുകളേറെയായി. കണ്ണു നടച്ചാൽ മതി, വെറിപിടിച്ചവന്റെ പുണ്യമായ കിതപ്പ് എന്റെ കാതുകളിൽ വന്നലയ്ക്കും. ഞെട്ടി ഉണരുമ്പോൾ അതിരുട്ടിൽ എവിടെയോ അകന്നു പോകുന്നു. ഓ,
അവൻ വീണ്ടും വരുമെന്ന ഭീതിയിൽ നേരം പുലരുന്നത് വരെ ഇരുട്ടിലേക്ക് നോക്കി. എനിക്ക് ഉറങ്ങാനാവുന്നില്ല അപ്പ. ഹാബീലിന്റെ കൺതടങ്ങളിലെ ഈ കാളിമ കണ്ടില്ലേ? ഈ മകനാകെ തകർന്നില്ലേ അപ്പ? വരൂ വരൂ മകനെ, ഞാൻ നിനക്ക് കാവലിരിക്കാം. എന്റെ മടിയിൽ നീ തല വെച്ചുറങ്ങൂ. വരൂ വരൂ മകനെ. നിന്റെ രക്തം സ്വീകരിക്കുവാനായി ഭൂമിയില വാവിളർന്നിരിക്കുന്നു. നിന്റെ ശിരസിനുമേൽ ഒരു കഴുതയുടെ താടിയിൽ ഉയരുവാൻ ഇതാ സമയമായിരിക്കുന്നു. ഹാബേൽ, ഹാബേൽ, എന്തു പറ്റി നിനക്ക്? നീ ഒരു ദുസ്വപ്നം കണ്ടു എന്ന് ഞാൻ കരുതട്ടെയോ? കണ്ടു. ആ ദുസ്വപ്നത്തിൽ എന്നെ വേട്ടയാടുന്നവന്റെ മുഖം ഞാൻ വ്യക്തമായി കണ്ടു. നീ? അതെ, ആദ്യമായി ഞാനത് കണ്ടു. അത് ഒരു ചെന്നായി തന്നെയല്ലേ? അതെ, മനുഷ്യാകൃതിയിലുള്ള ഒരു കാട്ടുചെന്നായ. ഓ, ആരാണവൻ? അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രനായ എന്റെ സഹോദരൻ കായേൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇത് ആ നീചന്റെ തട്ടിപ്പാണ് മകനെ. ഏതെങ്കിലും വെച്ച് എനിക്ക് കെണി വെച്ച ആ സാത്താന്റെ തട്ടിപ്പാണ് മകനെ. ഇത് അവന്റെ തട്ടിപ്പാണ്. അല്ല എങ്കിൽ മറ്റാരെങ്കിലും ആകാം. അതിന് മറ്റാരാണ് ഈ ഭൂമിയിലുള്ളത്? ഹാബേലിന്റെ രക്തത്തിന് വേണ്ടി പതിയിരിക്കാൻ ഹാബേലിന്റെ അമ്മയോ? ഹാബേലിനെ കഷ്ടതയോടെ ഉദരത്തിൽ വഹിച്ച് വേദനയോടെ പ്രസവിച്ച് എന്റെ അമ്മയ്ക്ക് അതിന് കഴിയുമോ അപ്പ? കഴിയുമോ? എന്റെ കുഞ്ഞ് കയ്യിൽ ഒരു കഴുതയുടെ താടിയിലുമായിട്ടാണ് അവൻ കായേൻ എന്നെ വേട്ടയാടുന്നത്. അവൻ എന്നെ കൊല്ലും, അവൻ എന്നെ കൊല്ലും അപ്പ, അവൻ എന്നെ കൊല്ലും, അവൻ എന്നെ കൊല്ലും, ആമേൻ, അവൻ എന്നെ കൊല്ലും. ആമേൻ. നീ നിന്റെ സഹോദരന്റെ രക്തത്തിനായി പതിയിരിക്കുന്നതായി ഞാൻ അറിയുന്നു. എന്തിനാണ്
നിന്റെ മനസ്സിന്റെ മാളങ്ങളിൽ തിന്മയുടെ പാമ്പുകളെ പോറ്റുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ജന്മവാസന കൊണ്ട്. കായേൻ. അതെ, കഥയറിയാവുന്ന കായൻ തന്നെ. ചോദ്യങ്ങൾ അങ്ങോട്ടുമുണ്ട് ചോദിക്കാൻ. വേണ്ട. വേണം. അന്ന് ഏതനിലേക്ക് കടന്നു വന്ന ആ പാമ്പിനെ നിങ്ങൾ കല്ലെറിഞ്ഞു പോകും. അതിനുള്ള കരുത്തിനായി ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു ഇല്ല. പകരം അവൻ പറിച്ചു നീട്ടിയ വിലക്കപ്പെട്ട കനി എത്തിപ്പിടിക്കാനല്ലേ നിങ്ങൾ അന്ന് കുരിശു ചാടിയത്? കായേൻ. എന്തേ? കായന്റെ ചോദ്യങ്ങൾക്ക് ആദ്യത്തിന് ഉത്തരമില്ലേ? നിനക്കറിയാം മകനെ, ആ മഹാപാപത്തിന്റെ ശാപത്തിൽ നിന്നാണ് നിന്റെയും ആബേലിന്റെയും ജനനം. നീ മറക്കരുത്, അതുമൂലം വന്ന പാപങ്ങൾ നമ്മെ ഇനിയും വിട്ടുമാറിയിട്ടില്ല. ആയതിനാൽ ഏറെ കരുതലോടെ ജീവിക്കേണ്ടവരാണ് എന്റെ മക്കൾ. നിങ്ങളാണ് കരുതലോടെ. കഴിഞ്ഞില്ല. ആദം മക്കളോടും ബാപ്പു ചോദിക്കേണ്ടതുണ്ടോ? എങ്കിൽ അതും ചോദിക്കുന്നു. ഇല്ല, അവ ഒരിക്കലും മനുഷ്യകുലത്തെ വിട്ടു പോകില്ല. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഇനിയും മഹാപാപങ്ങൾ, അതും ആദത്തിന്റെ മക്കളായിട്ട് പാടില്ല കായേൻ, പാടില്ല. കായനെ ഉപദേശിക്കാൻ അപ്പന് യോഗ്യതയില്ല. അപ്പൻ എന്നത് ഒരു യോഗ്യതയായി നീ കരുതുന്നുവെങ്കിൽ ഈ അപ്പന്റെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കണം. സഹോദരന്റെ രക്തത്തിന് ഒരിക്കലും കടപ്പെട്ടുകൂടാ കായേൻ, കടപ്പെട്ടുകൂടാ. കായന്റെ കടങ്ങൾക്ക് അപ്പൻ പകരക്കാരനാവുന്നില്ലല്ലോ, പിന്നെ എന്തിന്? മകനെ, ആബേലിനായി നീ കരുതിയിരിക്കുന്ന ആ കഴുതയുടെ താടിയല് നീ വലിച്ചെറിയണം. സാധ്യമല്ല. കായേൻ, ആദം ശാപമാക്കിയെടുത്ത മരണം ആദത്തിന്റെ മക്കളിലൂടെ ഭൂമിയിൽ എത്താതിരിക്കട്ടെ. അതും ഒരു ശാപമായി നിന്റെയും നിന്റെ സന്തതി പരമ്പരകളുടെയും മേൽ പതിക്കാതിരുന്നാൽ നിനക്ക് നല്ലത്. ഓർക്കുക, ഇതുമൂലം വന്നേക്കാവുന്ന ശാപങ്ങൾ നിന്റെ പിതാവേറ്റയിലും ക്രൂരമായിരിക്കും, ക്രൂരമായിരിക്കും, ക്രൂരമായിരിക്കും. നിങ്ങൾ ആരാണ്? ഞങ്ങൾ നിന്നിലുള്ളവർ, നിന്നോട് കൂടെയുള്ളവർ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്കറിയണം. നീ എന്തേ ഇടറിയിരിക്കുന്നു? നീ എന്തേ പതറിയിരിക്കുന്നു? നീ എന്തേ തളർന്നിരിക്കുന്നു? നീ എന്തേ തകർന്നിരിക്കുന്നു? പറയൂ, പാപപുണ്യ വിചാരങ്ങൾ നിന്നെ അലട്ടുന്നു. ദൈവശിക്ഷയെ നീ ഭയപ്പെടുന്നു. എനിക്കറിയില്ല. കായേ, ഞങ്ങളുടെ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടുകയോ നിനക്ക് സാധ്യമല്ല, സാധ്യമല്ല. പിന്നെ ഈ കായൻ എന്താണ് ചെയ്യേണ്ടത്? കായന് എന്താണ് സാധ്യമായത്? നിന്നിലെ സ്വാർത്ഥതയായ എന്റെ കൽപ്പന നീ ചെവിക്കൊള്ളുക. ആകാശത്തിലും ഭൂമിയിലുമുള്ളവയെല്ലാം കായേനു സ്വന്തമായിരിക്കട്ടെ. ശേഷം കായേന്റെ സന്തതി പരമ്പരകൾ അവകാശമാക്കട്ടെ. വേണ്ട. വേണം. ആയതിനാൽ നിന്റെ സഹോദരനെ നീ കൊല്ലുക. അത് അരുത്. നിന്നിലെ വിദ്വേഷമായ എന്റെ കൽപ്പന നീ ചെവിക്കൊള്ളുക. നിന്നെ നിസാരനാക്കിയ നിന്റെ സഹോദരൻ നിനക്ക് സ്വീകാര്യനല്ല. അവനുമായി സഹവർത്തിക്കാൻ നിനക്ക് കഴിയില്ല. കഴിയും. ഇല്ല. ആയതിനാൽ അവനെ നീ കൊല്ലുക. അത് ഞാൻ നിന്നിലെ അസൂയനായ
എന്റെ കൽപ്പന നീ ചെവികൊള്ളുക. ആദത്തിനും ഹവ്വയ്ക്കും സർവോപരി ദൈവത്തിനും നിന്നേക്കാൾ പ്രിയങ്കരനാണ് നിന്റെ സഹോദരൻ. ആയിക്കൊള്ളട്ടെ. പാടില്ല. ആയതിനാൽ നിന്റെ സഹോദരനെ നീ കൊല്ലുക. അത് ഞാൻ നിന്നിലെ അസഹിഷ്ണുതയായ എന്റെ കൽപ്പന നീ ചെവിക്കൊള്ളുക. നിന്റെ കണ്ണിലെ കരടായി നിന്റെ സഹോദരൻ തുടരാതിരിക്കട്ടെ. അരുത്. പാടില്ല. ആയതിനാൽ നീ നിന്റെ സഹോദരനെ കൊല്ലുക. അരുത്. നിന്റെ സഹോദരനെ നീ കൊല്ലുക. നിന്റെ സഹോദരനെ നീ കൊല്ലുക. എവിടെ 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 എവിടെയാണ് ആ കഴുതയുടെ താടിയല്ല്? എനിക്കറിയില്ല. ഞാനത് പുഴയിലേക്കോ വയലിലേക്കോ പാറക്കൂട്ടങ്ങളിലേക്കോ ഞാനത് വലിച്ചെറിഞ്ഞു. ഇല്ല, നീ അത് കാത്തു വെച്ചിട്ടുണ്ട്. ആബേലിന് വേണ്ടി ആ കഴുതയുടെ താടിയല്ല് കയ്യിലെടുക്കുക. എനിക്ക് വയ്യ. കായന്റെ കരബലമാകെ നഷ്ടമാകുന്നു. അതിനു മേലെ ഞങ്ങൾ തരുന്നു. കായലിത ഉണരുന്നു, വീഴുന്നു, ഉത്തേജിതനാകുന്നു. ആബേലിന്റെ രക്തത്തിനു വേണ്ടിയുള്ള ഭൂമിയുടെ വിനീത കേൾക്കുന്നു. എവിടെ അവൻ? എവിടെ? അവിടെ ബലിപീഠത്തിന്റെ അരികിൽ നിന്റെ ബലി തിരസ്കരിച്ച ദൈവം ആബേലിന്റെ ബലി പ്രിയങ്കരനായി അവനെ അനുഗ്രഹിക്കുന്ന സമയം. കായേ, ഇത് നിന്റെ സമയം. അരുത്, അരുത് കായേൻ, അരുത്, അരുത്. എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവത്തെ ഓർത്ത് എന്നെ കൊല്ലരുത് കായേൻ. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. കായേ, നീ നിന്റെ കാലുകളെ അടയ്ക്കുക, ഹൃദയത്തെ കഠിനമാക്കുക, കൈകൾ മുറുക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുക, മുന്നോട്ട് കുതിക്കുക. കായേൻ, കായേൻ, നിന്റെ സഹോദരൻ എവിടെ? എനിക്കറിയില്ല. നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്നും എന്റെ പക്കലേക്ക് വിലപിക്കുന്നുവല്ലോ. അവൻ എന്തു പറ്റിയെന്ന് നീ അന്വേഷിക്കുക. അതിന് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? നീ മൂലം നിന്റെ സഹോദരന്റെ രക്തം വീണ ഭൂമിയിൽ നീ ഇതാ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നീ നടന്നവയൊന്നും നിനക്ക് ഫലം തരികയില്ല. നിന്റെ വിളഭൂമികൾ തരിശു നിലങ്ങളാണ്. ഹിംസ ജന്തുക്കൾ നിന്നെ വേട്ടയാടും. ദാഹത്തിനായി നീ ഓടിയെടുക്കുമ്പോൾ നദിയുടെ ഉറവകളെല്ലാം വറ്റിപ്പോകും. ഭൂമിയിലൂടെ നീ ഉഴൽ നടക്കും, ദാഹാർത്തനായി, പരവശനായി. ദൈവമേ, ഞാൻ എന്റെ സഹോദരനോട് ചെയ്ത പാപത്തിന്റെ ആഴവും വ്യാപ്തിയും ഞാൻ അറിയുന്നു.
എന്നോട് ക്ഷമിക്കണമേ. അപ്രകാരം സഹോദരഹത്യ മൂലം ദൈവശാപമേൽക്കേണ്ടി വന്ന കായേനും സഹോദരനാൽ വധിക്കപ്പെട്ട ആബേലും വിശുദ്ധ ഗ്രന്ഥ താളുകളിൽ നിന്നും ഇറങ്ങി വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളോടൊപ്പം ഇവരുണ്ടോ? സ്വാർത്ഥത, വിദ്വേഷം, അസൂയ, അസഹിഷ്ണുത. എങ്കിൽ സൂക്ഷിക്കുക, നാളെ നിങ്ങളുടെ സഹോദരനെതിരെയും ഇവർ ഒരു കഴുതയുടെ താടിയല്ല് എടുപ്പിച്ചേക്കാം. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാം. അവർക്കുള്ള അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ പങ്കുപറ്റാം. നമുക്ക് കഴുതയുടെ തടിയലുകൾ വലിച്ചെറിയാം.